നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രാധമോളുടെ വിവരങ്ങൾ അടങ്ങിയ ഈ കവറ് എവിടെയാ സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങളും കൂടി അറിയണമെന്നതുകൊണ്ടാ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ നിങ്ങളുടെ ശ്രദ്ധ ഇതിനകത്തുള്ള റെക്കോർഡുകളിലേക്ക് ഉണ്ടാവണം. അതുപോലെ സ്നേഹസദനത്തിന് എന്തെങ്കിലും അപകടമോ മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ ഈ കവറും മറ്റ് റെക്കോർഡുകളും നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധയിൽ എപ്പോഴും വേണം. ഒക്കെ സാറ് തന്നെ സൂക്ഷിച്ചാ മതി. ആ, എന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും. ഞാൻ അറിയാതെ ആർക്കും ഇതൊന്ന് തൊടാൻ പോലും സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇതൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കൂടി ഓർമ്മിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ആ പ്രിയ ചതിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിക്കുക. ഹോ, അന്ന് പോലീസ് വന്ന സമയത്ത് അവള് ബുദ്ധിപരമായിട്ടല്ലേ പൂജമോടെ തെളിവുകളല്ലേ ഇവിടെ നിന്ന് കടത്തിയത്. അങ്ങനെയല്ലേ അവള് പൂജമോടെ സ്ഥാനത്ത് കയറി പറ്റിയത്. പാവം, സാറിനെ വരെ അവള് ജയിലിലാക്കിയില്ലേ. അവളിനി ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല. അത്രയും വകുപ്പുകളാ അവൾക്കെതിരെ ഉള്ളത്. എന്റെ മകളായി കരുതി വളർത്തിയ കുഞ്ഞ അവൾ ജയിലിൽ കയറുന്നതും കാണേണ്ടി വന്നു. അത് ശരി, സാറിന് ഇപ്പോഴും അവളോട് സഹതാപാ? ഇല്ല, ഇപ്പോഴത്തെ പ്രിയയോട് എനിക്കൊരു സഹതാപവും ഇല്ല. പക്ഷേ ഈ കൈകളിൽ കുഞ്ഞിക്കാലുകൾ അടിച്ചു കിടന്ന പ്രിയയോട് എനിക്ക് വാത്സല്യമുണ്ട്. ആ പോട്ടെ, അതൊന്നും ഇനി ഓർക്കണ്ട. വിധി അങ്ങനെ അങ്ങ് സമാധാനിച്ച പിന്നെ വിഷമമൊന്നും തോന്നില്ല. എനിക്ക് ജയിലിൽ കിടക്കാനും വിധിയായിരുന്നു, പ്രിയയ്ക്ക് ജയിലിൽ കയറാനും വിധി കിടക്കുന്നു. അവളെ എന്റെ കൈ കിട്ടിയാ കൊല്ലും ഞാൻ. ഈ നല്ല ദിവസത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ആ പിന്നെ ഭക്ഷണം തയ്യാറാക്കിയില്ലേ? ആ വസന്ത, പായസമൊക്കെ എന്തായി? റെഡിയായോ? എല്ലാം റെഡിയായി സാർ. പായസം സാറ് കുടിച്ചിട്ട് അഭിപ്രായം പറയണം. പിന്നെ സാർ, പൂജയുടെ മോൾ വീട്ടിൽ വന്ന ദിവസം ആയതുകൊണ്ട് അവിടെ സദ്യയുണ്ട്. ഉച്ചഭക്ഷണം അവിടെ നിന്ന് വേണമെന്ന് മധു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് 1-2 വട്ടം വിളിക്കുകയും ചെയ്തു. ആ ആയിക്കോട്ടെ, വസന്തൻ അങ്ങോട്ട് പോയിക്കോളൂ. ആ, ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് മല്ലികയ്ക്ക്. മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ അമ്മയാ. രാധമോളെ നമ്മൾ ഒരു മിടുക്കി മോളാക്കണം. അങ്ങനെ രാധമോളുടെ വരവ് പ്രമാണിച്ച് നമ്മൾ പായസം കൂട്ടി ഗംഭീരമായിട്ട് ഊണ് കഴിക്കും. മനസ്സ് നിറഞ്ഞിരിക്കുമ്പം ആഹാരത്തിന് കൂടുതൽ രുചി തോന്നും, അല്ലേ അരുണിമേ? സത്യമേ, കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞ് മാനം തെളിഞ്ഞ പോലൊരു തോന്നല എനിക്ക്. മാധുര്യം കൂടി വേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞതാ മാധുരി ചേച്ചിയോട്, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ മാധുര്യമോള് പോയത്. അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. വസന്തരങ്ങൾ വരാറായില്ല ആന്റി? ഉടനെ എത്തൂന്നാ പറഞ്ഞ. ആന്റി ഒന്ന് വിളിച്ചു നോക്ക്. വന്നല്ലോ. കൈ ഇട്ടോ. ശരി. ഓ, 100 ആയസാ വസന്തം വന്നില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. നേരത്തെ വരണോന്ന് പറഞ്ഞിരുന്നതാ. അപ്പോഴാ പുതിയ അഡ്മിഷൻ വന്നത്. പിന്നെ അതിന്റെ കുറെ തലവേദന. പൂജയ്ക്കറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. കൊച്ചിനെ ഏറ്റുവാങ്ങണം, ഫോം കൃത്യമാണെന്ന് നോക്കണം, ഒപ്പിടിയിക്കണം, ഒക്കെ ഒരു ചടങ്ങാ.
പെറ്റ ആൾക്ക് കളഞ്ഞിട്ട് പോയാ മതി, ബാക്കിയുള്ളവർക്കാ തലവേദന. പ്രസവിച്ച് ഉപേക്ഷിച്ച അതിനെ ഏറ്റെടുക്കാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോഴാ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ എളുപ്പമാവുന്നത്. കുഞ്ഞാണെങ്കിൽ വന്നത് മുതൽ കിയോന്ന് പറഞ്ഞു വിളിയാ. എന്തായാലും ഇനി കുറച്ചു ദിവസത്തേക്ക് പണിയായി. ഒന്ന് നിർത്തങ്കിൾ പ്ലീസ്. ഏതെങ്കിലും ഒരു അമ്മ ചെയ്ത കുറ്റത്തിന് ആ കുഞ്ഞിനെ കളിയാക്കുന്ന എന്തിനാ? പാവം കുഞ്ഞ്, അതെന്ത് പിഴച്ചു? മോളെ, ഞാൻ പൊതുവായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഓരോന്ന് പറയുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? അങ്കിളെ, ഞാൻ അങ്കിളിനോട് ദേഷ്യം കാണിച്ചതല്ല. എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാനും ഒരു അമ്മയാ. അങ്കിളത് പറഞ്ഞപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ ആ സ്ഥാനത്ത് കണ്ടത്. പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കാന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യ. പക്ഷേ തിരിച്ചും ചിന്തിക്കണം അങ്കിളെ. പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? മോളെ പോട്ടെ, സന്തോഷമുള്ളൊരു ദിവസം നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. എടോ, അമ്മ പറഞ്ഞ പോലെ ഈ ദിവസം വിഷമിക്കാൻ പാടില്ല. സ്നേഹസഹനത്തിൽ ആ കുഞ്ഞ് ആരുടെ അടുത്ത് നിൽക്കുന്നേ? വിശ്വനാഥൻ അച്ഛനല്ലേ ഇനി ആ കുഞ്ഞിന്റെ രക്ഷകർത്താവ്. എന്തെങ്കിലും കുറവ് ആ കുഞ്ഞിന് ഇനി ഉണ്ടാവുമോ? വിശ്വനാഥൻ സാറിനെ കുറിച്ച് കേട്ടപ്പോ സമാധാനായില്ലേ മോളെ? ഭക്ഷണം കഴിക്ക്. സോറി അങ്കിൾ. സാരല്ല മോളെ, കഴിക്ക്. അയ്യോ, സാറ് കരയുവാണോ? എന്താ സാർ? അല്ല, എൻ്റെ സ്നേഹസദനത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ തൊട്ടിൽ കെട്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ആ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. നമ്മുടെ രാധമോളുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഏതോ വീട്ടിൽ അച്ഛനമ്മമാർ പാടുന്ന താരാട്ട് കേട്ട് കിടന്നുറങ്ങേണ്ട മോളല്ലേ ഇവൾ. ഈ മോൾക്ക് ഭാഗ്യമില്ല, ഇവളുടെ അച്ഛനമ്മമാർക്കും ഭാഗ്യമില്ല. ഈ കുഞ്ഞിന് ഭാഗ്യമില്ലെന്ന് ആര് പറഞ്ഞു സാർ? സ്വന്തം അച്ഛനേക്കാൾ നല്ലൊരു അച്ഛനെയല്ലേ മോക്ക് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യമുള്ള കുട്ടിയായിരിക്കും, പൂജയെ പോലെ ഒരു മിടുക്കിയാവും. ഇവിടുത്തെ ഒരാൾ മാത്രമല്ല, എല്ലാവരും മിടുക്കികളും മിടുക്കന്മാരുമാകണം. അല്ലേ മക്കളെ? പുറത്തു പോയി കളിച്ചോളൂ. എന്തായാലും പൂജ ഈ നിലയിലെത്തിയത് സാറിന്റെ ഒറ്റ ഒരാളുടെ കഴിവാ, അതിന് സംശയമില്ല. സാറിന്റെ ഗുണം മുഴുവനും കിട്ടിയിട്ടുണ്ട് അവൾക്ക്. ഞാൻ അത്ര വലിയ ഗുണവാനൊന്നുമല്ല. ഞാൻ അവർക്കൊന്നും മാതൃകയാവാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മൾ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു വളർത്തണം, അവർ നന്നാവാൻ പ്രാർത്ഥിക്കണം. പിന്നെല്ലാം വിധി, അതേ പറയാനുള്ളൂ. അത് സാറ് വിനയം കൊണ്ട് പറയുന്നതാ. എന്തായാലും പൂജയ്ക്ക് ഇപ്പോഴും സ്നേഹസദനവുമായുള്ള ബന്ധം തുടരുന്നു. അതുകൊണ്ടല്ലേ പൂജയുടെ വീട്ടിൽ മോള് വന്ന അതേ ദിവസം ഇവിടെ നമുക്കും ഒരു മോളെ കിട്ടിയത്. നമുക്ക് തൊട്ടിൽ ഉദ്ഘാടനം ചെയ്യാം. ശരി. രാധമോളെ, രാധേ. സ്നേഹസഹനത്തിലെ കൊച്ചിനെ പറ്റി ഞാനിവിടെ പറയണ്ടായിരുന്നു.
പൂജ ആകെ അങ്ങ് മൂഡൌട്ടായി. പൂജയുടെ പഴയകാലം ഓർമ്മിച്ച് കാണും പാവം. അത് കൊള്ളാം. ഓരോരുത്തർ എന്താ ആലോചിക്കുന്നു നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അതുമല്ല, സത്യം പറയാലോ, എനിക്ക് ഇവിടുത്തെ ഈ പ്രസവോത്സവം എനിക്കങ്ങ് പിടിക്കുന്നില്ല. ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, നമ്മുടെ മോള് ജനിച്ചപ്പോ ഈ പാട്ടും മേളം ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. വസന്തേട്ടാ, ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മുടെ മോളെ ഹോസ്റ്റലിൽ നിങ്ങൾ കൊണ്ടുവരാം. ഇവിടെ നിൽക്കട്ടെ. ഇല്ലെങ്കിൽ ഉള്ളതെല്ലാം കൂടെ അമ്മ ആ കൊച്ചിനങ്ങ് എഴുതി കൊടുക്കും. അങ്ങനെയൊന്നും പറയാതെ മതി. അല്ലല്ല, ഇനി ഓരോന്നും ചിന്തിച്ചു തുടങ്ങണം. പുതിയ കുഞ്ഞിനെ കണ്ടപ്പോ എല്ലാവരും പഴയതൊക്കെ അങ്ങ് മറന്നതുപോലെ. വരട്ടെ, എല്ലാം ആലോചിച്ച് ചെയ്യാം.